അങ്ങനെ യാത്രകൾ വീണ്ടും തുടരുകയാണ്. ഇത് ഡേ 2 പാർട്ട് 2 ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശൃംഗേരിയിലേക്കാണ്. വളരെ മനോഹരമായ ഒരു കാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു കാർഡ് കിട്ടും. QR കോഡോട് കൂടിയുള്ള ഒരു കാർഡ്. നമ്മളൊരു ചെറിയ എമൗണ്ട് അടയ്ക്കുമ്പോൾ ഈ കാർഡ്, അതായത് ഈ ഫോറസ്റ്റ് തീരുമ്പോൾ ഈ ഒരു QR കോഡോടുകൂടിയുള്ള കാർഡ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. 1 മണിക്കൂറിനകം നമ്മളത് കടക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ ശൃംഗേരിയിലെത്തി. ഈ കാണുന്നതാണ് വലിയ ഗോപുരം. ശൃംഗേരിയിലേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നുള്ള വലിയ ഗോപുരം. സൈഡിലായി ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, മഠമുണ്ട്. ശൃംഗേരി മഠം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ പുതിയൊരു നിയമം അവിടെ വന്നത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. മീൻസ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതായത് ചുരിദാർ ഇട്ട് പോകുന്നവർ ഷോൾ ഇട്ട് പോകണം എന്നാണ് അവിടുത്തെ നിയമം. പിന്നെ ലുങ്കി, പാൻറ് അതൊന്നും പാടില്ല. അത് നോർമലായിട്ടുള്ളത്. പക്ഷേ ഷോൾ ഇടണം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു 1.5 വർഷം മുന്നെയാണ് പോയത്. അപ്പോഴൊന്നും ഈ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു, ദേഷ്യം വന്നു. അതായത് ഈ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നിടം വരെ കുഴപ്പമില്ല. അവിടെ നിന്ന് ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഷോൾ ഇടണമെന്ന് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. സങ്കടം വന്നു, ദേഷ്യം വന്നു, എന്തൊക്കെയോ പറയാൻ പാടില്ലാത്തത്. എന്തായാലും തൊഴുതു ഇറങ്ങി. അവിടുത്തെ ഒരു കല്ലുകൊണ്ടുള്ള ഒരു തൂണാണ്. ഇതാണ് ശിവനാണ് അവിടെ ഉള്ളത്. ശൃംഗേരി മഠം. അവിടുത്തെ അന്നദാനം കഴിച്ചു. ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടി. തീരാനായി ഉണ്ടായിരുന്നു, എന്നാലും കിട്ടി. അതേറ്റാണ് നമ്മൾ കഴിക്കുന്നത്. നേരെ നമ്മൾ പിന്നെ പോയത് മൂകാംബികയിലേക്കാണ്. മൂകാംബികയിൽ ചെന്നു റൂം എടുത്തു. മുമ്പ് അവിടെ റൂം എടുത്തിട്ടുണ്ട്. ശ്രീശങ്കര മഠം എന്നുള്ള ലോഡ്ജിൽ റൂം എടുത്തു. അതിനെ കുറിച്ച് ഫ്രഷായി ഞങ്ങൾ തൊഴാൻ പോയി. നല്ല സമയമായിരുന്നു. അതായത് അവിടെ പുറത്ത് ദേവീനെ അമ്പലത്തിന് പുറത്ത് എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഭയങ്കര ഭാഗ്യമാണ് അത് കണ്ട് തൊഴുകയെന്നുള്ളത്. 1.5 വർഷം മുന്നേ ഇതേപോലെ ചെന്ന് കയറിയപ്പം ഇതേപോലൊരു അവസരം കിട്ടിയതാണ് മുന്നിൽ നിന്ന് കണ്ട് തൊഴാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമാണ്. ഇത് അവിടുത്തെ സ്വർണ്ണരഥമാണ്. സ്വർണ്ണരഥത്തിൽ ഇരുത്തി ദേവീനെ എഴുന്നള്ളിക്കുകയാണ്. ഓരോ പ്രോസസ്സാണ്. വെള്ളി, സ്വർണം, പിന്നെ വലിയൊരു രഥം അതിലൊക്കെ വെച്ചിട്ട് എഴുന്നള്ളിക്കുക എന്നുള്ളത് എന്നും അവിടുത്തെ ഒരു പ്രോസസ്സാണ്. ഞങ്ങൾ എല്ലാവരും മനോഹരമായിട്ട് കണ്ടതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. അവിടുത്തെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് നന്നായി പാടാൻ പറ്റി. ഞാൻ, മോളെ, പാർവേട്ടൻ ഒക്കെ പാടി. എല്ലാവരും അവിടെ വന്നിരുന്ന് പാടുന്നുണ്ട്, നൈസ് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ മനസ്സ് നിറഞ്ഞ് തൊഴുതു. എന്തായാലും പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം, എങ്കിലും തീർച്ചയായിട്ടും പോകണം. വളരെ ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ ശേഷം അവിടെ നിന്ന് അന്നദാനം കഴിച്ചു ഇറങ്ങി.